അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ലെസൺ 11 എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷനിൽ വരുന്ന ചോദ്യമാണ് ലിസ്റ്റ് മാൻ മെയ്ഡ് റീസൺ ഓഫ് വാട്ടർ പൊല്യൂഷൻ, ഡിസ്ക്രൈബ് ദി എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് കൺട്രോൾ ആൻഡ് എയർ പൊല്യൂഷൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, ഐഡന്റിഫൈ ദ 2 factors contributing air pollution. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് മറൈൻ പൊല്യൂഷനിൽ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് മറൈൻ പൊല്യൂഷൻ 2018, ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് മറൈൻ പൊല്യൂഷൻ ഒക്ടോബർ 2019. അതുപോലെ തെർമൽ ആൻഡ് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് റീസൺ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് നോയിസ് പൊല്യൂഷൻ, ഡിസ്ക്രൈബ് ദി നോർമൽ തെർമൽ പൊല്യൂഷൻ, describe the various sources of thermal pollution, explain the effect of noise pollution, state the various measures to control noise pollution. ഒക്ടോബർ 2019 ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളതാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്, ഡിസ്ക്രൈബ് ദ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ, ഡിസ്ക്രൈബ് ദ സോളിഡ് വേസ്റ്റ്, explain the effect of nuclear pollution, describe briefly of sewage treatment plant, discuss the various method of waste management, identify the classification of hazard based various aspects, define the nuclear pollution, list of briefly about 2 type of nuclear hazard occurred, explain the EIA and need of EIA while implementing the projects. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഴയ വീഡിയോസ് കണ്ടുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് ചെറിയ ഇതായിട്ടാണ്, കൂടുതൽ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുന്നതാണ്. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷനിൽ മാൻ മെയ്ഡ് വാട്ടർ പൊല്യൂഷൻ, ദാറ്റ് ഈസ് എ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ. Used water become contaminated, get loaded with organic and inorganic chemicals. ചിലപ്പം എന്തുണ്ടാവാം, പ്ലാസ്റ്റിക് രോഗാണുക്കളും ഉണ്ടാവാം. Pollutant due to agriculture is due to the soil and silt washing from the land surface. അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത്, അതിന് മാനറിങ് ചെയ്യുമ്പോൾ, നനക്കുന്ന സമയത്ത്. പൊല്യൂഷൻ ഡ്യൂ ടു വേസ്റ്റ് വാട്ടർ ഫ്രം ഡൊമസ്റ്റിക് പ്രീമിസസ്, കിച്ചണിൽ നിന്ന്, മറ്റ് ഹോസ്പിറ്റലുകൾ. ദ പൊല്യൂഷൻ ഡ്യൂ ടു വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ. പൊല്യൂഷൻ ഡ്യൂ ടു മൈനിങ്, ദ ഓപ്പറേഷൻ ഡ്യൂ ടു വാഷിംഗ്, മെറ്റീരിയൽ മെറ്റൽസ് കഴുകുക. Soluble toxic material and acid damage. Accidents, pillage of chemicals. Accident ഉണ്ടാകുമ്പോൾ leakage ഉണ്ടാവും. During the loading and transporting, accidental leakage. Radioactive materials, mainly coolant ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ. ഇൻഡസ്ട്രിയൽ, മെഡിക്കൽ, സയന്റിഫിക് യൂസ് ഓഫ് radioactive material. Then the next one is the heat. Heat എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ എന്താണ് പറയുക, temperature increases as the water is used as coolant in thermal plant and some all purpose നമ്മൾ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ വരുന്ന എന്തായാലും ഹീറ്റ് ആയിരിക്കും. 8 to 10 degree of the temperature increases when water is used as a coolant. The dissolved body heat the water body increases the temperature, adversely affect the amount of dissolving oxygen and aquatic humidity in general. Next, identify the sources contributing to water. Additional soil slit washing, insecticides, herbicide, and agricultural sources of water pollution. Then ore washing and insert assessment, solid and solid material. Sewage is obtained from the domestic premises institution, including the industrial building and main source of pollution of water in cities. Industrial influence one of the most important agent. Effective method ഇതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രാവിറ്റി സെറ്റിലർ എന്ന് പറയുന്ന സാധനം. ഗ്രാവിറ്റി settling reduce the velocity of gas or smoke, those allowed to dust particle to settle down. ഇതിലൂടെ ഗ്യാസ് കടന്നു പോകുമ്പോൾ താഴെ ഭാഗത്ത് ഡസ്റ്റ് പൊടി അടിഞ്ഞുകൂടുക.
അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രാവിറ്റിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ്. മറൈൻ പൊല്യൂഷൻ ആണ് കോൺട്രിബ്യൂഷൻ. മറൈൻ പൊല്യൂഷൻ, pollution of the world oceans is becoming a major problem on the earth. It is believed that everything that been carried away by the river ultimate end up the sea. This lead to pollution by sewage, garbage, agriculture waste, industrial waste, dumping of radioactive wastes into sea. The large amount of plastic waste dumped into ocean has already become threat of marine life. The sources of marine are marine source pollution, other sources from the land. Two-way. Marine water most seriously polluted is oil. Previously we discussed. The causes of marine oil pollution are oil tank accident, one of the major source of oil pollutant. During oil explosion, either on shore or offshore, there is always a risk below out if the control of the wall is lost. Minor oil spills at sea from the broken connector occur is very frequent. Internal discharge of oil into seawater is the recent phenomena which occurred during the recent Gulf War. Other sources of pollution from land. The garbage disposal is another major form of ocean pollution. The garbage including junk out of fishing net, plastics, general household garbage, bulb, tin cans. Savage disposal causes massive nutrient loading into ocean ecosystem. Runoff from farmland containing fertilizers, pesticides, industrial runoff and containing heavy metals, phosphorus, urban runoff containing oil, salt, various chemicals find their way into sea. Over explosion of aquatic resources such as excessive fishing, mining of minerals at the coastal area, seabed and near coast result of refilling marine. അടുത്തത് നമ്മൾ വേരിയസ് മെഷേഴ്സ് യൂസിങ് കൺട്രോൾ ആണ്. ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ട്. എലിമിനേറ്റ് ദ നോയിസ് സോഴ്സ് ബൈ സൈലൻസ് ഡിവൈസ്. കൺട്രോൾ ദ നോയിസ് ട്രാൻസ്മിഷൻ ലെവൽ യൂസിങ് സൗണ്ട് അബ്സോർബർ. യൂസിങ് സെൽഫ് പ്രിക്വയർമെന്റ് മെഷേഴ്സ്. എയർ പ്ലഗ്, എയർ മഫ്. Creating buffer zone between high noise zone and residential area. Afforestation, മരം വെച്ച് പിടിപ്പിക്കുക. Strict stationary measures to govern the noise level of sensitive areas like school, hospital. Identify the factors contributing thermal pollution ആണ്. ഒന്നാമതായിട്ട് പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്, തെർമൽ പവർ പ്ലാന്റ്, കോൾ പവർ പ്ലാന്റ്. പവർ പ്ലാന്റുകൾ ഏതിലും അതിൽ കൂളൻ്റ് ആയിട്ട് വാട്ടറാണ് ഉപയോഗിക്കുക. കൂള് ചെയ്യാൻ, ഇപ്പോൾ ചൂടാക്കാൻ വേണ്ടി, തണുപ്പിക്കാൻ വേണ്ടി നല്ല സ്റ്റീം ഉണ്ടാവുകയും അത് ഇതൊക്കെ ചെയ്യുള്ളൂ. അടുത്തത് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പവർ പ്ലാന്റ് അല്ലാത്ത പ്ലാന്റുകൾ ചൂടായ വെള്ളം പുറത്തോട്ട് കളയുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം ടെക്സ്റ്റൈല്, പേപ്പർ, പൾപ്പ്, ഷുഗർ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ചൂടുണ്ടാക്കുന്നുണ്ട്, വെള്ളം ചൂടാക്കേണ്ടി വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ആയിട്ട് ഇപ്പം വീടുകളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്ന് ഇവരൊക്കെ വെള്ളം ചൂടാക്കിയിട്ട് ആ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വെള്ളം എന്ത് ചെയ്യും? തണുപ്പിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലേക്കിലേക്ക്, റിവറിലേക്ക്, കനാലിലേക്ക്. അപ്പോൾ അവിടെ എല്ലാം. So the last control of noise pollution. Noise control at a source. Reduce the noise level from domestic settings, maintenance of automobile,
control over vibration, low voice speaking, prohibition of usage of loudspeaker, selection of machines, maintenance of machines. അപ്പോൾ ആദ്യമായിട്ട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേരിയസ് മെത്തേഡ്, ഡിഫറെന്റ് മെത്തേഡ് ഓഫ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ആണ്. അതിൽ ലാൻഡ് ഫില്ലിംഗ് ഉണ്ട്, ഇൻസ്ക്രിമിനേഷൻ ഉണ്ട്, പൾവറൈസേഷൻ ഉണ്ട്, കമ്പോസ്റ്റിംഗ് ഉണ്ട്, പാരോലിസിസ് ഉണ്ട്, ഡിസ്പോസൽ ഇൻ ടു സീ ഉണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഈ പരീക്ഷയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാനുള്ളത് കമ്പോസ്റ്റിംഗ് ആണ്. ഇൻ ദിസ് മെത്തേഡ് നമുക്കറിയാം ഓർഗാനിക് മെറ്റീരിയൽ ആണ് കൂടുതലും സോളിഡ് വേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ അതിനെന്ത് ചെയ്യാം? എയറോബിക്കലി ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഹ്യൂമൻ ആൻഡ് സസ്റ്റൈനബിൾ മിനറൽ കോമ്പണന്റ് ആക്കി മാറ്റുക. അതായത് ഒരു മണ്ണിൽ ഒരു കുഴി കുത്തിയിട്ട് അതിൽ കുറച്ച് കാലം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ എയറുമായിട്ട് ചേർന്നിട്ട് അത് മറ്റൊരു വസ്തു കമ്പോസ്റ്റ് ആയിട്ട് മാറും. ദിസ് മെത്തേഡ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ട് ഇന്ത്യൻ കണ്ടീഷൻ, എസ്പെഷ്യലി ഫോർ എ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ടൗണിനെല്ലാം നല്ല കാര്യമാണ്. എന്തെന്ന് പറയുന്നത് കമ്പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. 3 തരം കമ്പോസ്റ്റിംഗ് ഉണ്ട്. കമ്പോസ്റ്റിംഗ് ബൈ ട്രെഞ്ച് ഉണ്ട്, ഓപ്പൺ വിൻഡോ കമ്പോസ്റ്റിംഗ് ഉണ്ട്, മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് ഉണ്ട്. കമ്പോസ്റ്റിംഗിൽ തന്നെ നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അത് ചെയ്യാം. In this method is organic materials in the solid waste to digest aerobically and convert into human and stable mineral component ആണ്. അതിൽ കമ്പോസ്റ്റിംഗ് ബൈ ട്രെഞ്ച് എന്ന് പറയുന്നത് ഇൻ ദിസ് മെത്തേഡ് ട്രെഞ്ച് ഉണ്ടാക്കുക, ഒരു കുഴി കുത്തുക 2 മീറ്റർ താഴത്തിൽ. അതുപോലെ തന്നെ ഓരോ ലെയർ ആയിട്ട് സോളിഡ് വേസ്റ്റ് ഡിസ്പോസ്ഡ് ഇൻ ടു ദിസ് ട്രെഞ്ച് ഇൻ എ ലെയർ ഓഫ് 15 സെന്റിമീറ്റർ ബൈ സാൻഡ്വിച്ച് ഓഫ് 5 സെന്റിമീറ്റർ ലെയർ ഓഫ് നൈറ്റ് സോയിൽ ഓർ ആനിമൽ ഡങ്ക്, ചാണകം, ഇൻ എ സെമി ലിക്വിഡ് ഫോം. ഒരു 5 മുതൽ 7.5 മീറ്റർ വരെ താഴെ ഈച്ചകൾ കടക്കാത്ത രീതിയിൽ അതിനെ അടച്ചു വെച്ച് 4-5 മാസം കഴിഞ്ഞാൽ ഡീകമ്പോസിംഗ് ദ മാസ് ഗെറ്റ് ഫുള്ളി സ്റ്റെബിലൈസ്ഡ് ആൻഡ് ചേഞ്ച് ഇൻ ടു ബ്രൗൺ ഓർഡർലെസ് ഹ്യൂമൻ ഹാവിംഗ് ഹൈലി ഫെർട്ടിലൈസ്ഡ് വാല്യൂ ആയിട്ടുള്ള സാധനമാക്കി നമുക്കതിനെ മാറ്റാം. അടുത്തതാണ് ഡിസ്പോസൽ ഇൻ ടു സീ. ഇൻ ദിസ് മെത്തേഡ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ക്യാൻ ബി യൂസ്ഡ് ടു കോസ്റ്റൽ ഏരിയ ഹാവിംഗ് എ ഡീപ്പ് സീ. It's a quite a simple, cheap method, but the following disadvantages: lighter component of solid waste, ഇങ്ങനെ വെള്ളത്തിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ട്രെൻഡ് ടു റിട്ടേൺ ടു ദ സീഷോറിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഡ്യൂറിങ് ദി ഹൈ ടൈഡ് ഉണ്ടാകുന്ന സമയത്ത്. Some of the portion of the solid waste may be retained to spoil of the beach and dispose. ഓൾ നെസസറി പ്രിക്കോഷൻസ് നിർബന്ധമാണ് ഇത്തരം മെത്തേഡുകൾക്ക്. പിന്നെ ഒരു മെയിനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് എന്തിന്? വേസ്റ്റ് സോളിഡ് വേസ്റ്റ് ഡികമ്പോസിഷൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം വേസ്റ്റ് ഫുഡ് ആൻഡ് വെജിറ്റബിൾ പീൽസ് യൂസ് ടു ഫീഡ് ഫോർ കാറ്റിൽസ് ആൻഡ് ഹോഗ്സ്, പശുക്കൾക്ക് തിന്നാൻ കൊടുക്കാം. കമ്പോസ്റ്റ് ഗാർബേജ് ആണ് യൂസിങ് ഇൻ മാനറിന് വേണ്ടി ഉപയോഗിക്കാം, അതായത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ റീസൈക്ലിംഗ് ആണുള്ളതെല്ലാം. അതുപോലെ തന്നെ വേസ്റ്റ് പേപ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും റീയൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. വുഡ് ചിപ്പ് ആണെങ്കിൽ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. മരത്തിന്റെ ചെറിയ പലകളും മരത്തിന്റെ പൊടിയും സോഡസ്റ്റ് ഒക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹീറ്റ് ജനറേറ്റ് ചെയ്യിക്കാം. ഇൻക്രിമിനേഷൻ ഓഫ് സോളിഡ് അർബൻ റിഫ്യൂസസ് ആൻഡ് മെൽറ്റിംഗ് ബ്രോക്കൺ plastic items, domestic toys can be reused for modeling them into new one. പ്ലാസ്റ്റിക് ക്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ റീമോഡൽ എന്ന് പറഞ്ഞാൽ അത് ഉരുക്കിയിട്ട് പുതിയ രൂപമാക്കി മാറ്റുക. ക്യാൻ ബി ഇൻക്രിമെന്റ് ആൻഡ് റബ്ബർ, ഓട്, ടയർ ഒക്കെ ആണെങ്കിൽ റീസൈക്കിളിന് യൂസ് ചെയ്യാം. വേസ്റ്റ് സിൽക്ക് ആണെന്നുണ്ടെങ്കിൽ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അഗ്രികൾച്ചറൽ വേസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? നെട്ടിന്റെ ഷെൽസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാം. ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചറൽ വേസ്റ്റ് പ്രൊഡ്യൂസ് എത്തനോൾ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ലിക്വിഡ് ഫ്യൂവൽ. ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പം വേറെ ഇതൊന്നും ഇടിച്ച് താത്തേണ്ടി വരില്ല. മണ്ണിന് പകരമായിട്ട് എന്ത് ചെയ്യാം? ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അക്വാട്ടിക് വീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. മെറ്റൽ ക്രാഫ്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയത് ഉണ്ടാക്കാം. ആഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് ആഷ്
as a waste material obtained from coal and fired thermal stations can be used for manufacturing of bricks for building construction വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ന്യൂക്ലിയർ വേസ്റ്റ് ആണ്. എക്സ്പ്ലെയിൻ ദി എഫക്റ്റ് ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ് ആണ്. ന്യൂക്ലിയർ വേസ്റ്റ് കൊണ്ട് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന രോഗം എന്താണ്? ക്യാൻസർ ആണ്. അതുപോലെ തന്നെ റേഡിയേഷൻ കൂടുതലായിട്ട് കൊണ്ടാൽ എന്തുണ്ടാവും? മുടി പുറത്തു പോകും, അല്ലെ മുടി പോകുന്നതാണ്. റേഡിയേഷൻ മേൻ ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ടിനെ തകർക്കും, DNA സെല്ലിനെ അഫക്റ്റ് ചെയ്യും, ഭാവി ജനറേഷന് പോലും ജനറ്റിക് മേക്കപ്പ് ഉണ്ടാക്കും. 100 മുതൽ 250 റേഡിയൻ ആണ് എങ്കിൽ നമുക്ക് മുടി നഷ്ടപ്പെടുകയും റിക്കവറി തിരിച്ചു വരാത്ത രീതിയിൽ ബോധം പോകുന്നൊക്കെ അവസ്ഥകൾ ഉണ്ടാവാം. 400 മുതൽ 500 റേഡിയൻ വരെയാണ് എന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷെല്ല് തന്നെ റെഡ്യൂസ് ചെയ്യാം, നാച്ചുറൽ റെസിസ്റ്റൻസ് ഇല്ലാതെയാവും, ബ്ലഡ് ഫെയിലിയർ ഉണ്ടാവും. റേഡിയേഷൻ മൂലവും ആളുകൾ മരിക്കാൻ കാരണമാകുന്ന റേഡിയേഷന്റെ ലെവലാണ്. 10,000 റേഡിയന്റെ മുകളിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ടിഷ്യൂ ഓർഗാനിസത്തിന് എന്ത് ചെയ്യും? ഹാർട്ട്, ബ്രെയിൻ പോലുള്ളതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനും ഡാമേജ് ചെയ്യിക്കാനും കഴിയും. Workers handling radioactive waste get slow but continue radiation causes time development of cancer of different part of the body. The effect is extremely danger for organism exposed to the radiations. ലോക്കലായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ രോഗങ്ങൾ വർദ്ധിക്കുന്നു, കണ്ണിന്റെ കാഴ്ചയെ കുറയ്ക്കുന്നു, കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും. ന്യൂ ബോൺ ബേബീസിനാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ന്യൂ ബോൺ ബേബീസിനെ സംബന്ധിച്ച് അംഗവൈകല്യം ഉണ്ടായിക്കൊണ്ടായിരിക്കും. ഇപ്പോൾ ജപ്പാനിൽ ഉണ്ടായിരിക്കട്ട ബോംബ് സ്ഫോടനത്തിന് ശേഷം എത്രയോ വർഷക്കാലം അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്കലി വേസ്റ്റ് മാനേജ്മെന്റും അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റോറേജ് ആണ്. രണ്ടാമത്തത് കളക്ഷൻ ആണ്. മൂന്നാമതായിട്ട് സ്റ്റോറേജ്. കാരണം സോളിഡ് വേസ്റ്റ് സംബന്ധിച്ചിടത്തോളം അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രോസസ്സിങ് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. ഡിസ്പോസിന് വേരിയസ് മെത്തേഡ് ഉണ്ട്. പിന്നെ ഒന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇത്രയും മാനേജ്മെന്റ് ഓഫ് സോളിഡ്, ഫങ്ഷൻസ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചോദിച്ചാൽ എഴുതേണ്ടതാണത്. അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഐഡന്റിഫൈ സോളിഡ് വേസ്റ്റ് ആൻഡ് മിനിമൈസ് ദ സോഴ്സ്. സെക്കൻഡ് വൺ കളക്ഷൻ. തേർഡ് വൺ പ്രോസസ്സിങ്, സ്റ്റോറേജ് സൈറ്റ് കളക്ഷൻ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, എനർജി റിക്കവറി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് സാവേജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ ഉള്ള ഭാഗങ്ങൾ. ഓക്കെ, അതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് വിത്ത് പ്രിമിസസ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ അടുത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കാം. കളക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ വേസ്റ്റ് പിന്നുകൾ വെക്കുന്നുണ്ട്. അതിൽ സോളിഡ് വേസ്റ്റിൽ തന്നെ ബയോളജിക്കൽ ഡീഗ്രേഡ് ആവുന്നതും അല്ലാത്തതും പ്ലാസ്റ്റിക് ഒക്കെ വേർതിരിച്ച് വേറെ വേറെ ബക്കറ്റിൽ വെക്കും. അതിനെ പ്രോസസ്സിങ് എന്നും പറയും. അതുപോലെ തന്നെ അത് കൊണ്ടുപോയിട്ട് മിക്സഡ് സാധനമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, വേർതിരിക്കുന്നതിന് പ്രോസസ്സിങ് എന്ന് പറയും. ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിസ്പോസൽ ഈസ് എ ഫണ്ടമെന്റൽ ഫംഗ്ഷൻ ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇറ്റ് റെഫർ ടു പ്ലേസിംഗ് സോളിഡ് വേസ്റ്റ് ഇൻ അൾട്ടിമേറ്റ് റെസ്റ്റ് പ്ലേസ്. അവസാനം അത് അവിടെ എത്തിച്ചേരുന്നു. കുഡ് ബി ഓൺ എ ലാൻഡ് ഓർ വാട്ടർ ലോഗ്ഡ് ഏരിയ ടു റീക്ലെയിം. ഡിസ്പോസൽ മെത്തേഡ് ഈസ് എ കോസ്റ്റ് കൂടിയതാണ്. മേ നോട്ട് ബി ഓൾവേസ് എ ബെസ്റ്റ് വേ ബട്ട് ഓഫ്സെറ്റ് ഓഫ് എ ഹയർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റ്. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എനർജി റിക്കവറി. എനർജി റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്യാസ് ആയിട്ടോ എനർജി ഡിസ്പോസൽ സാധനമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. EIA കുറിച്ചൊരു ചോദ്യം 2018 ചോദിച്ചിട്ടുണ്ട്. EIA എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഈസ് എ ടൂൾ യൂസ്ഡ് for decision making regarding development project and program, and it may be defined as a formal process used to predict environmental consequence of any developed project.
EIA is used for following എന്താണ് the most environmental suitable option at the earliest stage. Second one, best predicting environmental option. Third one, alternative process. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വരയ്ക്കുന്നത് നന്നായിരിക്കും. EIA ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് വരണമല്ലോ. പ്രോജക്റ്റ് വന്നു, ഐഡന്റിഫൈ ദ പ്രോജക്റ്റ്, പ്ലാൻ, പോളിസി, പ്രോഗ്രാം, അനലൈസ് by any interdisciplinary team of specialists. അങ്ങനെ ഒരു ടീമിനെ തീരുമാനിച്ച് അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? എഞ്ചിനീയറും ടെക്നിക്കൽ ആയിട്ടുള്ള അറിവുള്ള ആളുകൾ, ഡോക്ടർമാര്, അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ്. ഐഡന്റിഫൈ ദ ആൻഡ് ഇവാലുവേറ്റ് or likely beneficial or advise the effect or impact. Discuss on the alternative and corrective measures. Then prepare of environmental impact assessment statement. Reject ചെയ്യാനാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ approve the proposal plan, then implement, monitor and auditing, ഫീഡ്ബാക്ക്, വീണ്ടും പ്രോഗ്രാം ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു ക്ലോസ് സൈക്കിളിൽ ഓരോ പ്രോജക്റ്റിനെയും എൻവയോൺമെന്റിൽ എങ്ങനെ അഫക്റ്റ്. Environmental impact assessment consists of 4 phases: organizing the job, performing the assessment, writing the environmental impact statement, review EIS. ഇനി എൻവയോൺമെന്റൽ അസസ്മെന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം? ഡിസ്ക്രൈബ് ഓഫ് ദ പ്രോജക്റ്റ്, ലൊക്കേഷൻ, ഡിസൈന്, സ്കെയില്, സൈസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് സിഗ്നിഫിക്കന്റ് എഫക്റ്റ്, മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് നോൺ ടെക്നിക്കൽ സമ്മറി. ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റുകൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ക്ലൈമറ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ്, ഡെവലപ്മെന്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ്, എക്കോളജിക്കൽ ഇമ്പാക്റ്റ് അസസ്മെന്റ്, എക്കണോമിക് ഇമ്പാക്റ്റ് അസസ്മെന്റ്, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ്, ഹെൽത്ത് ഇമ്പാക്റ്റ് അസസ്മെന്റ്, പ്രോജക്റ്റ് ഇമ്പാക്റ്റ് അസസ്മെന്റ്. അടുത്തത് ഡിസ്കസ് ദ വേരിയസ് ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആൻഡ് മാനേജ്മെന്റ്. 15 മാർക്കിന് ഒന്നിച്ച് സാധാരണ അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും കഴിഞ്ഞ 2020 ഏപ്രിൽ മാസം 15 മാർക്കിന് ഒന്നിച്ച് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ടൈപ്പ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്ന സോളിഡ് വേസ്റ്റ്. അപ്പൊ ടൈപ്പ് എന്ന് പറയുന്നത് മുനിസിപ്പൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഹസാർഡ് വേസ്റ്റ്. അപ്പൊ എന്താണ് സോളിഡ് വേസ്റ്റ്? സോളിഡ് വേസ്റ്റ് ഇൻക്ലൂഡ് ഓൾ ഡിസ്കാർഡഡ് സോളിഡ് ആൻഡ് സെമി സോളിഡ് മെറ്റീരിയൽ അറൈസിംഗ് ഫ്രം വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. അപ്പോൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ് മാനേജ്മെന്റ് ഓഫ് ആക്ടിവിറ്റി അസോസിയേറ്റ് വിത്ത് ജനറേഷൻ, സ്റ്റോറേജ്, കളക്ഷൻ, ട്രാൻസ്ഫർ, ട്രാൻസ്പോർട്ട്, പ്രോസസ്സിംഗ്, ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ് വിത്ത് എൻവയോൺമെന്റൽ കോമ്പാക്റ്റബിൾ അഡോപ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, എക്കോണമി, എനർജി ആൻഡ് കൺവേർഷൻ. സോ റെസിഡൻഷ്യൽ സോഴ്സസ് എന്ന് വരുന്നതുണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് വരുന്നതുണ്ട്. റെസിഡൻഷ്യൽ സോഴ്സ് എന്തൊക്കെയാണ് വരിക? ഫുഡ് വേസ്റ്റ് ആണ് വരിക, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് വരിക. അപ്പൊ വീട്ടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ്. റെസിഡൻഷ്യൽ ആവുമ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആവുമ്പോൾ അതിൽ കെമിക്കൽസ് ഉണ്ടാവും, റബ്ബർ ഉണ്ടാവും, ടയർ ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും, ആഷ് ഉണ്ടാവും, കൺസ്ട്രക്ഷൻ വേസ്റ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം വരുന്നതാണ്. പിന്നെ സ്പെഷ്യൽ വേസ്റ്റുകളാണ് റോഡ് സൈഡിലുള്ള പിന്നെ വേസ്റ്റ് എന്ന് പറയുന്നത്. ഡെഡ് ആയിട്ടുള്ള ആനിമലിന്റെ വേസ്റ്റ്, അബൻഡഡ് വെഹിക്കിളിന്റെ വേസ്റ്റ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേസ്റ്റ്, സോളിഡ് ആൻഡ് സെമി സോളിഡ് വേസ്റ്റ് ഫ്രം വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് യൂണിറ്റ്. അഗ്രികൾച്ചറൽ വേസ്റ്റ് ആയിട്ട് വരുന്നതാണ് പെസ്റ്റിസൈഡ്സ്. അഡീഷണൽ വരുന്ന പെസ്റ്റിസൈഡ്സ് ആയാലും ഫെർട്ടിലൈസേഴ്സ് ആയാലും അത് കൃഷിഭൂമിയിൽ നിന്ന് അധികം വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് പോലും എന്തായിട്ടാണ്? വേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്.
ഹസാർഡ് വേസ്റ്റ് ഉണ്ട്. ഹസാർഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ വേസ്റ്റുകളെയും പിന്നെ കെമിക്കൽ വേസ്റ്റിനെയും ന്യൂക്ലിയർ വേസ്റ്റുകളെയുമാണ്. ന്യൂക്ലിയർ വേസ്റ്റിനെ വേറെ തന്നെ പറയുന്നത് കൊണ്ട് ഹസാർഡ് വേസ്റ്റിൽ വരുന്നത് ന്യൂക്ലിയർ വേസ്റ്റുകളായിരിക്കും, കെമിക്കൽ വേസ്റ്റുകളായിരിക്കും. കെമിക്കലി ബയോളജിക്കൽ വേസ്റ്റുകളായിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന വേസ്റ്റുകളായിരിക്കും. ഡെമോളിഷിംഗ് അല്ലെങ്കിൽ എന്താണ് പറയുക, കൺസ്ട്രക്ഷൻ വേസ്റ്റ് എന്ന് പറയുന്നതാണ്. അടുത്തത് അതപ്പോൾ ടൈപ്പ് പറഞ്ഞു. ഇനി എന്താണ് ഇമ്പാക്ട്? മെയിനായിട്ട് ഈച്ചയും കൊതുകും വരിക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ സോളിഡ് വേസ്റ്റ് കൊണ്ടുണ്ടാവുന്നത്. അവർ മെയിനായിട്ട് ജീവിക്കുന്നത് എവിടെ ആയിരിക്കും? ഈ സോളിഡ് വേസ്റ്റിലായിരിക്കും. റാറ്റ് വർദ്ധിക്കുക എന്നുള്ളത്, പിഗ് വർദ്ധിക്കുക എന്നുള്ളത്, ഇവരൊക്കെ വ്യത്യസ്തമായ രോഗങ്ങളെയും നമ്മുടെ സമൂഹത്തിൽ പരത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നതിൽ ഉണ്ടാവുന്ന കെട്ടിക്കിടക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? അത് വെള്ളമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ സപ്ലൈ ഗെറ്റ് കണ്ടാമിനേറ്റഡ്, മേ റിസൾട്ട് ലാർജ് സ്കെയിൽ എപ്പിഡമിക് ലൈക്ക് കോളറ അതുപോലത്തെ രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ. അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് വലിയ മൃഗങ്ങൾ, സ്റ്റേ ആനിമൽസ്, ഡോഗ്, പിഗ്, സ്കാവഞ്ചറുകളുടെ വളർച്ചയ്ക്ക് മെയിനായിട്ടുള്ള കാരണവും അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്യൂംസ്, ബേണിങ്, അത് കത്തിക്കുമ്പോൾ എയറിനെ മലിനമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ടോക്സിക് കെമിക്കൽസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? വാസന, സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാനെങ്കിലും എന്താവശ്യമാണ്? സോളിഡ് വേസ്റ്റ് കാരണമാണ് ഉണ്ടാകുന്ന എഫക്റ്റാണ് അതെല്ലാം. പിന്നെ ചീഞ്ഞു നാറുക എന്ന് പറയുന്നത്, ലീച്ച് ചെയ്യുക എന്ന് പറയുന്നത് മൃഗങ്ങളുടെ വേസ്റ്റ് ആയാലും മനുഷ്യന്റെ വേസ്റ്റ് ആയാലും അല്ലെങ്കിൽ സസ്യങ്ങളുടെ വേസ്റ്റ് ആയാലും എല്ലാം തന്നെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ബോസ് ചെയ്തില്ല എങ്കിൽ ഈ സോളിഡ് വേസ്റ്റ് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെയും പൊല്യൂട്ട് ചെയ്യും, എയറിനെയും പൊല്യൂട്ട് ചെയ്യും, ലാൻഡിനെയും പൊല്യൂട്ട് ചെയ്യും. അക്യുമുലേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷ് വേസ്റ്റ്, അത് സ്ഥലം നഷ്ടപ്പെടുത്തും, സൗന്ദര്യവും നഷ്ടപ്പെടുത്തും, ആ ഭൂമിയുടെ സൗന്ദര്യവും നഷ്ടപ്പെടുത്തുന്നതാണ്. സോളിഡ് വേസ്റ്റിൽ വരുന്ന ഒരു മെയിൻ സാധനമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായി എന്ത് ചെയ്യുന്നതിന് പരിസ്ഥിതിയെ നാശമാക്കുന്നുണ്ട്. ദെൻ അടുത്തത് മാനേജ്മെന്റ്. സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഫങ്ഷൻസ്. അതായത് എന്തായിരുന്നു? സ്റ്റോറേജ്, കളക്ഷന്, പ്രോസസ്സിങ്, ഡിസ്പോസല്, അതുപോലെ എഡ്യൂക്കേഷൻ. മറ്റൊന്നാണ് ലാൻഡ് ഫില്ലിങ്. ലാൻഡ് ഫില്ലിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? സോളിഡ് വേസ്റ്റ് ഫിൽഡ് അപ്പ്, ഡംപ്ഡ് ഇൻ എ ലെയർ ഓഫ് 1.5 meter or so. Each layer is covered by good earth at least 20 centimeter thickness so that the waste is not directly exposed. ഇൻസെക്ടിസൈഡ്സ് ലൈക്ക് DDT സ്പ്രേ ചെയ്യുക, കൊതുകും മറ്റു രോഗികളും വളരാതിരിക്കാൻ വേണ്ടി. റീയൂസ്, ഗെറ്റ് സ്റ്റെബിലൈസ്, ജനറലൈസ് within a period of 2 to 10 months, settle down 20 to 40% of original weight. ചീഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ ചീഞ്ഞു പോട്ടെ എന്നാണ് അതിന്റെ ഉദ്ദേശം. ലീച്ച് ഈസ് ദ മേജർ പ്രോബ്ലം. റെയിൻഫാൾ ത്രൂ ദ ഗാർബേജ് ഡിസ്പോസൽ ഹാംഫുൾ. ഗ്രൗണ്ട് പ്രസന്റ് ഇൻ ഇറ്റ് ആൻഡ് കണ്ടാമിനേറ്റഡ് ടു ഗ്രൗണ്ട് വാട്ടർ. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ചെയ്തു വെക്കണം. അപ്പൊ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്, സിമ്പിൾ ചെയ്യാവുന്നതാണ്, സ്കിൽഡ് ലേബർ ആവശ്യമില്ലാത്തതാണ്. പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ടുള്ളത്, അത് എല്ലാ മാലിന്യത്തിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറും, എല്ലാ പൊല്യൂഷന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറും. പിന്നെ ഒന്നാണ് കത്തിച്ച് കളിയ, ഇൻക്രിമിനേഷൻ അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്. എളുപ്പമല്ല, പക്ഷെ എന്ത് ചെയ്യാൻ സൗകര്യമുള്ള, അതായത് നീണ്ട ചിമ്മിനിയുള്ള വലിയ ഫർണസ് ഉള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? കത്തിച്ച് കളയാവുന്നതാണ്. ഒരു ലാർജ് ഏരിയ ആളുകൾ വരാതെ കൂടുതൽ ആളുകൾ കൂട്ടം കൂടാത്ത സ്ഥലമാണെങ്കിലും കത്തിച്ച് കളയാൻ കഴിയുന്നതാണ്. പക്ഷെ അത് എയർ പൊല്യൂഷന് കാരണമാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതാണ് പൾവറൈസേഷൻ. ഇൻ ദിസ് മെത്തേഡ് ഗ്രൈൻഡിങ് സോളിഡ് വേസ്റ്റിനെ കഷ്ണം മുറിച്ചിട്ട് മെഷീൻ ഉപയോഗിച്ച് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി റെഡ്യൂസ് ചെയ്ത് അതിന്റെ വോളിയവും അതിന്റെ ഫിസിക്കൽ ക്യാരക്ടറും ഇല്ലാതെയാക്കുക. ചില കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ച് അതിന്റെ സ്മെല്ലിനെ ഒഴിവാക്കുക. അതുപോലെ അൺഅട്രാക്റ്റഡ് ടു ഇൻസെക്ട് അല്ലെങ്കിൽ DDT പോലുള്ള സാധനം തെളിച്ചിട്ട് അതെന്ത് ചെയ്യുക? അതിന്ന് ഒഴിവാക്കിയിട്ട് ആ ബാക്കി വരുന്ന ഭാഗം മാത്രം അവിടെ ഉപേക്ഷിക്കുന്നതിനെയാണ് പൾവറൈസേഷൻ എന്ന് പറയുന്നത്.
താങ്ക് യു. അപ്പം നമ്മൾ ഇന്ന് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്നാമത്തെ മോഡ്യൂളിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഇതല്ലാത്ത ചോദ്യങ്ങളും ചോദിക്കാം. ഇതിൽ കൂടുതലും നോട്ട് നിങ്ങൾ എന്ത് മറ്റു വീഡിയോ കണ്ട് എഴുതുന്നത് നന്നായിരിക്കും.